ഓക്കെ. അപ്പോ രേണുവിനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുധിച്ചേട്ടന്റെ വൈഫാണ് രേണു. അപ്പോ എന്താ പറയാ, രേണു പറഞ്ഞൊരു ആഗ്രഹം, അതും സുധിച്ചേട്ടനും കൂടെ വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ നല്ല ഇന്റൻഷനോടുകൂടി ചെയ്തതായിരുന്നു. പക്ഷേ രേണു ആണ് എനിക്ക് ആക്ച്വലി ആ ഒരു റെഫറൻസ് തന്നതും, ഇന്ന ആളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും, പെർഫ്യൂം ഉണ്ടാക്കാൻ പറ്റും. ലക്ഷ്മി നക്ഷത്ര കഴിഞ്ഞ ദിവസം യൂട്യൂബ് ചാനലിൽ ഇട്ട വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണിത്. ലക്ഷ്മി നക്ഷത്രയുടെ യൂട്യൂബ് ചാനലിൽ ലക്ഷ്മി നക്ഷത്ര ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എന്ന് പറയുന്ന ഒരു കാര്യം യൂട്യൂബ് ചാനലിൽ, സ്വന്തം യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ വന്ന ഒരു ചോദ്യമായിരുന്നു രേണു സുധിയെ കുറിച്ച് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത് എന്നുള്ളത്. ആ സമയത്ത് രേണു സുധിയെ കുറിച്ച് പറയണമെങ്കിൽ ആദ്യം മുതൽ തുടങ്ങണമായിരുന്നു. അവിടെ പറഞ്ഞത് കൊല്ലം സുധിയെ കുറിച്ചാണ്. ആദ്യം തന്നെ പറഞ്ഞത് സുധിച്ചേട്ടൻ എപ്പോഴും ചിരിച്ച മുഖത്തോടും കൂടി മാത്രം കാണുന്ന സുധിച്ചേട്ടനെ കുറിച്ചാണ്. സുധിച്ചേട്ടന്റെ ഭാര്യയാണ് രേണു സുധി. പിന്നീട് പറഞ്ഞൊരു കാര്യമാണ് പെർഫ്യൂമിനെ കുറിച്ച്. നമുക്കറിയാം ലക്ഷ്മിയെ ഏറ്റവും കൂടുതൽ ഉയരത്തിലെത്തിച്ച ഒരു കാര്യമാണ്, ഇങ്ങനെ കിടന്ന് പറക്കുന്ന അവസ്ഥയിലെത്തിച്ച ഒരു കാര്യമായിരുന്നു പെർഫ്യൂം എന്ന് പറയുന്നത്. സുധിയുടെ മണമുള്ള പെർഫ്യൂം ഉണ്ടാക്കി കൊടുത്തത്. അതിനെക്കുറിച്ച് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ലക്ഷ്മി നക്ഷത്ര. പറഞ്ഞ കാര്യം ഇതാണ്, ആ ഒരു പെർഫ്യൂം ഉണ്ടാക്കാൻ കാരണം തന്നെ അവിടെ രേണു ആണെന്നാണ് പറയുന്നത്. രേണു വിളിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്, ഇങ്ങനെ ഒരു കാര്യം കേട്ടു ഞാൻ, ഇങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് ആ പെർഫ്യൂം ഉണ്ടാക്കി കൊണ്ടുതരാൻ സാധിക്കുമോ എന്ന് രേണുവാണ് ചോദിച്ചത്. അപ്പോൾ ഒരു ഭാര്യ ഭർത്താവിന്റെ മണമുള്ള ഒരു പെർഫ്യൂം വേണമെന്ന് പറയുന്ന സമയത്ത് ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാനാണ് ലക്ഷ്മി അവിടെ ശ്രമിച്ചത്. അതിനു വേണ്ടിയിട്ട് ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് ഒരു ബാഗ് നിറയെ അവിടെ സുധിയുടെ ഷർട്ടുകളാണ് കൊണ്ടുപോയെന്നാണ് ലക്ഷ്മി പറയുന്നത്. അത്രയും സതുദ്ദേശത്തോടു കൂടി ചെയ്തൊരു കാര്യത്തിന് പക്ഷെ വന്ന് കേട്ടത് അല്ലെങ്കിൽ വന്ന് വീണത് വലിയൊരു ചീത്തപ്പേര്, അല്ലെങ്കിൽ എന്താ പറയാ, സോഷ്യൽ മീഡിയയിൽ അത്രയധികം ഹറാസിംഗ് നേരിട്ടൊരു വ്യക്തിയായിരുന്നു ലക്ഷ്മി ആ സമയത്ത് ഈ ഒരൊറ്റ വീഡിയോന്റെ പേരിൽ. പക്ഷെ ആ ഒരു വീഡിയോ ചെയ്തതും ഇത് പെർഫ്യൂം ഉണ്ടാക്കിയതും അത് രേണു പറഞ്ഞ ഒരൊറ്റ കാര്യം കൊണ്ടാണ്. അത്രയും സന്തോഷത്തോടു കൂടി, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാര്യയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കാവുന്ന ഒരു കാര്യം എന്നുള്ള ആ ഒരു ഇതോടു കൂടി മാത്രമാണ് ലക്ഷ്മി അത് ചെയ്തു കൊടുത്തതെന്ന് പറയുന്നുണ്ട്. അത്രയും നല്ലൊരു കാര്യം ചെയ്തു കൊടുത്തിട്ട് ലക്ഷ്മിക്ക് ഏൽക്കേണ്ടി വന്നത് ചെറുതൊന്നുമല്ല, വലിയ വലിയ കല്ലേറുകൾ തന്നെയാണ് നേരിടേണ്ടി വന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ടാവാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ ഈ സമയത്ത് ലക്ഷ്മി ഇതിനെ കുറിച്ച് പറയുന്നത് ഇനിയെങ്കിലും ആളുകൾ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഇതുവരെ ഒരു സ്ഥലത്തും ലക്ഷ്മി ഇതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നില്ല. ഇപ്പോഴെങ്കിലും തുറന്നു പറയണമെന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ലക്ഷ്മി അത് പറഞ്ഞത്. രേണു പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടാണ് ലക്ഷ്മി അത് ചെയ്തതെന്ന് രേണു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു തുറന്നു പറച്ചിൽ ഇപ്പോൾ ലക്ഷ്മി നടത്തിയിരിക്കുകയാണ്. ഒരുപാട് പേര് നല്ല പോസിറ്റീവായിട്ടും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. തന്റെ ഭാര്യയെ കുറിച്ച് അല്ലെങ്കിൽ ഭർത്താവിന്റെ മണമുള്ളത് ഞങ്ങൾക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞു, മോൾ അത് കാണിച്ചതുകൊണ്ട് എന്നൊക്കെ ഒരുപാട് പേര് വന്ന് സംസാരിച്ചിരുന്നു എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ രേണു സുധിയെ കുറിച്ച് ചോദിച്ച സമയത്ത് ലക്ഷ്മി പറഞ്ഞ കാര്യമാണിത്. അതുപോലെ തന്നെ ലക്ഷ്മി അവിടെ തമാശയായിട്ട് പറയുന്നുണ്ട്, ഞാനൊരു പെർഫ്യൂം ഒരു കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഹിറ്റ് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തിനു പറയുന്നു, ഗൂഗിൾ വരെ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ ലക്ഷ്മി നക്ഷത്ര പെർഫ്യൂം എന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്കത് തുടങ്ങാനുള്ള എല്ലാ ചാൻസ് ഉണ്ടെന്നൊക്കെ ലക്ഷ്മി അവിടെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. പിന്നീട് ഒരു കാര്യം, ഇപ്പോ രേണുവിനെ കുറിച്ച് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും നിങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ടായിരിക്കുക. അതിനെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ ആളല്ല എന്നാണ് ലക്ഷ്മി അവിടെ പറയുന്നത്. ഒരാൾക്ക് എങ്ങനെ ജീവിക്കണമെന്ന് അയാൾക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ്. അയാൾ എങ്ങനെ ജീവിക്കണമെന്ന് ആൾക്ക് തീരുമാനിക്കാം. അതിൽ പോയി കൈകടത്താനായിട്ട് നമുക്കൊരിക്കലും കഴിയില്ല. അതുകൊണ്ട് അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. അതിൽ എനിക്ക് എന്താ അഭിപ്രായം പറയാനാണെന്നാണ് ലക്ഷ്മിയോട് പറയുന്നത്. എന്തായാലും ലക്ഷ്മിയാ പറഞ്ഞത് ലക്ഷ്മിയുടെ മാന്യതയായിട്ടാണ് എനിക്ക് തോന്നിയത്. ലക്ഷ്മിക്ക് അതിൽ കൂടുതലൊന്നും അവിടെ പറയാൻ സാധിക്കില്ല. പിന്നീട് അവിടെ പറയണമെന്നുണ്ടെങ്കിൽ അവിടെ രേണു സുധിയെ കുറിച്ച് അവിടെ കുറ്റം പറയാനായിട്ട് നിൽക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടായി അങ്ങനെ ഉണ്ടായി അതുകൊണ്ടാണ് ഞങ്ങൾ പിരിഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. ലക്ഷ്മി അതിന് മുതിർന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ലക്ഷ്മിയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ലക്ഷ്മി അതിന് മുതിർന്നില്ല എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. പക്ഷേ ഇപ്പോ ലക്ഷ്മി പറഞ്ഞ ആ ഒരു മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. രേണു സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് ഏകദേശം 1 വർഷത്തോളാണെന്ന് തോന്നുന്നു എനിക്ക് അവിടെ എല്ലാ മാസവും കൃത്യമായ ഒരു തുക ഏൽപ്പിച്ചിരുന്ന വ്യക്തിയാണ് അവിടെ ലക്ഷ്മി എന്ന് പറയുന്നത്. ആ ഫ്ലവേഴ്സിൽ ആ പ്രോഗ്രാം തീരുന്നത് വരെ അവർക്ക് ചെലവിനെ കൊടുത്തിരുന്നത് എനിക്ക് തോന്നുന്നു അത് ലക്ഷ്മി തന്നെ ആയിരുന്നു എന്നുള്ളത്. ആ പ്രോഗ്രാം തീരുന്നത് വരെ കൊടുത്തിട്ടുണ്ടത് രേണു തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എനിക്ക് തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. പക്ഷേ ഇത്രയും സ്വാതന്ത്ര്യത്തോടു കൂടി അവരുടെ വീട്ടിൽ വരികയും വീഡിയോ ചെയ്യുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും പണം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇപ്പോ ലക്ഷ്മിയും രേണുവും 2 ധ്രുവങ്ങളിലാണെന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ സുധിയുടെ അവിടെ വാർഷികത്തിന്റെ അന്ന്, മരണ വാർഷികത്തിന്റെ അന്ന് അവിടെ ലക്ഷ്മിയെ നമ്മൾ വന്ന് കണ്ടില്ല.
അവിടെ വന്നിട്ടില്ല. ലക്ഷ്മി അവിടെ വന്നിട്ടില്ല. എന്തിനേറെ പറയുന്ന ആ പുതിയ വീടിന്റെ ഒരു ഫംഗ്ഷനും അവിടെ ലക്ഷ്മി വന്നിട്ടില്ല. ഇത്രയും സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്ത ലക്ഷ്മിയെ എന്തുകൊണ്ട് ക്ഷണിച്ചില്ല രേണു? പറയുന്നുണ്ട് ലക്ഷ്മി തിരക്കിലായതുകൊണ്ട് ലക്ഷ്മിക്ക് വരാൻ പറ്റാണ്ടായിരിക്കാം എന്നാണ് രേണുവിടെ പറയുന്നത്. പക്ഷെ അത് സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഒരുപാട് സഹായങ്ങൾ ഒരാൾ ചെയ്തു കഴിയുമ്പോൾ അവിടെ ചെറിയൊരു നന്ദികേടെങ്കിലും അവിടെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ആൾക്ക് അങ്ങോട്ട് ചെല്ലാനായിട്ട് ഒട്ടും ഇഷ്ടമുണ്ടാവില്ല. അത് തന്നെയായിരിക്കണം അവർക്കിടയിൽ സംഭവിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ രേണുസുതി വീട് പണിത് കൊടുത്തവർക്കെതിരെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് നമുക്ക് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പല കാര്യങ്ങളും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. മതിൽ കെട്ടിയവർക്കെതിരെയും വീട് പണിത് കൊടുത്തവർക്കെതിരെയും സ്ഥലം കൊടുത്ത ആ പള്ളിയിലെ അച്ഛനെ വരെ പറഞ്ഞ കാര്യങ്ങൾ അത് നമുക്കറിയാവുന്നതല്ല. അപ്പൊ സഹായം ചെയ്തവർക്ക് എതിരെ ഒരു മടിയും ഇല്ലാതെ വന്നിരുന്നിട്ട് കുറ്റം പറയുന്ന ഒരു വ്യക്തിയാണ് രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പൊ പിന്നെ ഈ 1 വർഷത്തോളമല്ല 1.5 വർഷത്തോളമല്ല എത്ര കാലം സഹായിച്ചാലും അതിന്റെ നന്ദി രേണു കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു നന്ദി കാണിച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മിക്ക് ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കേണ്ട സിറ്റുവേഷൻ വരില്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ലക്ഷ്മി രേണുവിനെ സഹായിക്കാനായിട്ട് ഓടിച്ചെല്ലുകയും അല്ലെങ്കിൽ ആ വീട്ടിലെ ഒരാളെ പോലെ വല്ലപ്പോഴെങ്കിലും ചെന്ന് കയറുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ പോട്ടെ സുധിയുടെ മരണ ദിവസമെങ്കിലും ചെന്ന് കയറുന്ന ഒരു വ്യക്തിയായിട്ട് ലക്ഷ്മി അവിടെ ഉണ്ടായേനെ. അപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ലക്ഷ്മി അവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ബന്ധം വഷളായി എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പൊ ബിഗ് ബോസിലേക്ക് രേണുസുതി പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ ലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ലക്ഷ്മി ചേച്ചിയെ ബിഗ് ബോസിലേക്ക് വിളിച്ചിരുന്നു എന്ന്. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് വിളിക്കുന്നുണ്ട്. ഈ വർഷം പോണോ വേണ്ടയോ എന്ന് കുറെ തവണ ചിന്തിച്ചു. പിന്നെ വേണ്ട എന്നൊരു തീരുമാനമാണ് എടുത്തത് എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോ നെക്സ്റ്റ് ഇയർ ഒന്നും എന്നെ വിളിക്കാൻ ചാൻസ് ഇല്ല എന്ന് വെച്ചാൽ കുറെ തവണ വിളിക്കുന്നു. അപ്പൊ ഞാൻ പോയില്ലല്ലോ, ഇനി വിളിക്കാൻ ചാൻസ് ഇല്ല എന്നാണ് ലക്ഷ്മിയോട് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇത്തവണ രേണുള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ലക്ഷ്മി പോവാതിരുന്നിട്ടുണ്ടാവാന്നുള്ള ഒരു തോന്നലോട്ട്. ചിലപ്പോൾ അതാവണമെന്നൊന്നും ഇല്ല കേട്ടോ. എന്തായാലും അവിടെ ലക്ഷ്മിക്ക് പോകാൻ താല്പര്യമില്ല, അതുകൊണ്ട് പോയില്ല എന്നാണ് ലക്ഷ്മി പറയുന്നത്. എന്തായാലും രേണുസുതി ബിഗ് ബോസിലോട്ട് ഈ സമയം പോയിട്ടുണ്ട്. കഴിഞ്ഞ 1 വർഷമായിട്ട് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ അത്രയും തിളങ്ങി നിൽക്കുകയാണല്ലോ നമ്മുടെ രേണുസുതി. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. ഈ നെഗറ്റീവ് ഇമേജ് ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിലെ താരം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തന്നെയാണ് അവിടെ ഏഷ്യനെറ്റ് വിളിച്ചിട്ടുള്ളത് ബിഗ് ബോസ് എന്നുള്ള ഷോയിലേക്ക് രേണുസുതിയെ. ആ നെഗറ്റീവുകളെ മുഴുവൻ തരണം ചെയ്തുകൊണ്ട് അവിടെ രേണുസുതിക്ക് നിൽക്കാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമല്ല. എന്തായാലും രേണുസുതിയുടെ ഇപ്പോ പുറമേക്ക് കാണുന്ന ഒരു മുഖമാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. മറ്റുള്ളവരെ കുറ്റം പറയാനും മറ്റുള്ളവരെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും അല്ലെങ്കിൽ എന്താ പറയാ സഹായം ചെയ്തവരെ ഒരു ദയാദാക്ഷിണ്യമില്ലാതെ കുറ്റം പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ സംസാരിക്കുന്ന രേണുസുതിയെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി ബിഗ് ബോസിൽ നമ്മൾ കാണാൻ പോകുന്ന രേണുസുതി എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇപ്പൊ രേണുസുതി ഭയങ്കര പാവാണ്, അതിങ്ങനെ ഒരുപാട് സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, എല്ലാവരും അതിനെ അറിയാണ്ടാണ് കുറ്റം പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് രേണുസുതിക്ക് വേണ്ടി വാദിക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്നത് പോലെ ഒരു പാവം പിടിച്ച സ്ത്രീയാണോ ഇത്രയും നാളും സോഷ്യൽ മീഡിയ ട്രോളിക്കൊണ്ട് നടന്നത് അല്ലെങ്കിൽ ഹരാസ് ചെയ്തത് എന്നൊക്കെ എല്ലാം നമുക്ക് ബിഗ് ബോസിലൂടെ ഏകദേശമൊക്കെ തിരിച്ചറിയാം. എങ്ങനെ പോയാലും ഒരാൾക്ക് കുറെ നാളൊന്നും സ്വന്തം സ്വഭാവം ഹൈഡ് ചെയ്തുകൊണ്ട് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അവിടെ നിൽക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. എന്തായാലും എപ്പോഴായാലും സ്വന്തം സ്വഭാവം എങ്ങനെ വന്നാലും പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ അങ്ങനെയാണ്. ഇനി 1-2 ആഴ്ചയൊക്കെയാണ് രേണുസുതിക്ക് അവിടെ നിൽക്കേണ്ടി വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ തനി സ്വഭാവം ഒന്നും പുറത്തെടുക്കാതെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വഭാവം അറിയാൻ പറ്റില്ല. അല്ല തുടർന്ന് കൂടുതൽ ദിവസങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും രേണു എന്ന വ്യക്തിയെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനുള്ളൊരു അവസരമാവട്ടെ ബിഗ് ബോസ് എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം.